ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ച് ശീലിക്കാം എന്നുള്ളതാണ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ്. പക്ഷേ അത് ഏത് സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു കാര്യം പറയുകയാണ്, ഇങ്ങനെ ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നമ്മൾ ബസ്സകത്ത് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഭയങ്കര ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാറ്? ഞാനൊന്ന് ഇരിക്കട്ടെ എന്ന് പറയാറുണ്ട് അല്ലെ? ഞാനൊന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒന്ന് ഇരിക്കണം. ഇങ്ങനെ നമ്മുടെ ഒരു ആവശ്യം, ഞാൻ കുറച്ച് സമയം ഇവിടെ ഒന്ന് ഇരിക്കട്ടെ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു സെന്റൻസ് പറയാനായിട്ട് പറ്റും. രണ്ടും നമുക്ക് എവിടെയും യൂസ് ചെയ്യാം കേട്ടോ. ലെറ്റ് മീ സിറ്റ് ഹിയർ ഫോർ എ വൈൽ, ഞാൻ കുറച്ച് സമയം ഇവിടെ ഒന്ന് ഇരിക്കട്ടെ അല്ലേ? ഇത് ഈ ലെറ്റ് മീ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു ആവശ്യമാണ്. നമുക്ക് ക്ഷീണം തോന്നിയിട്ട് നമ്മൾ അവിടെ ഇരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ലെറ്റ് തന്നെയാണ്. ലെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ലെറ്റ് മീ. അപ്പോൾ അവിടെ നമ്മൾ ലെറ്റ് ഐ എന്ന് യൂസ് ചെയ്യാൻ പാടില്ല, ലെറ്റ് മീ എന്ന് തന്നെ യൂസ് ചെയ്യാം. ലെറ്റ് മീ സിറ്റ് ഹിയർ ഫോർ എ വൈൽ, ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ. ഇനി അത് എപ്പോഴാണ് മേ ഐ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ മേ ഐ എന്ന് പറയുന്നതും ഇതേ സെന്റൻസ്, ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മേ ഐ വേണം യൂസ് ചെയ്യാനായിട്ട്. അവിടെ മേ മീ എന്നല്ല, മേ ഐ സിറ്റ് ഹിയർ ഫോർ എ വൈൽ. പക്ഷെ അത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ആവശ്യമല്ല, നമ്മുടെ ഒരാളോട് സമ്മതം ചോദിക്കുകയാണ്. അപ്പൊ അവിടെ ഒരുപാട് ആളുകളുണ്ട്. ആ ഒരു സ്ഥാനത്ത് നമുക്ക് ഇരിക്കണമെങ്കിൽ അവരുടെ സമ്മതം നമുക്ക് കിട്ടണം. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ മേ ഐ യൂസ് ചെയ്യേണ്ടത്. മേ ഐ സിറ്റ് ഹിയർ ഫോർ എ വൈൽ, ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ അല്ലേ? ആ സമ്മതം ചോദിച്ച് അവരതിന് സമ്മതം തന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. അവിടെ നമ്മൾ മേ ഐ യൂസ് ചെയ്ത് ചോദിക്കുന്നതാണ് ബെറ്റർ. നമ്മുടെ ആവശ്യമാണ്, നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് എങ്കിൽ ലെറ്റ് മീ സിറ്റ് ഹിയർ ഫോർ എ വൈൽ. ഓക്കെ, മനസ്സിലായാലും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. നെക്സ്റ്റ് സെന്റൻസ്, എനിക്ക് നല്ല ദാഹമുണ്ട്, കുറച്ച് വെള്ളം കിട്ടുമോ? എനിക്ക് നല്ല ദാഹമുണ്ട്, കുറച്ച് വെള്ളം കിട്ടുമോ? നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാണ് അല്ലെ? അപ്പൊ എങ്ങനെ പറയാം? എനിക്ക് നല്ല ദാഹമുണ്ട്, ഐ എം വെരി തെസ്റ്റി, ഐ എം വെരി തെസ്റ്റി. ഇനി എനിക്ക് കുറച്ച് വെള്ളം കിട്ടുമോ എന്ന് ചോദിക്കണം. കൻ ഐ ഗെറ്റ് സം വാട്ടർ, കൻ ഐ ഗെറ്റ് സം വാട്ടർ. ഐ എം വെരി തെസ്റ്റി, കൻ ഐ ഗെറ്റ് സം വാട്ടർ. എനിക്ക് നല്ല ദാഹമുണ്ട്, കുറച്ച് വെള്ളം കിട്ടുമോ? ഓക്കെ. നെക്സ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് അവിടെ അധികം ഇരിക്കാൻ പറ്റില്ല. അതായത് ഇപ്പൊ എന്തോ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് അധികം അവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയാണ്. എനിക്കാണ് പറ്റാത്തത്, ഐ കാൺട്ട്, പറ്റില്ല, കഴിയില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്താണ്? കാണ്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഐ കാൺട്ട് സിറ്റ് ദർ ഫോർ എ ലോങ് ടൈം, ഐ കാൺട്ട് സിറ്റ് ദർ ഫോർ എ ലോങ് ടൈം. അവിടെ അധിക സമയം ഇരിക്കാൻ പറ്റില്ല. ഓക്കെ. ഞാൻ അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരാം അല്ലേ? ഞാൻ അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരാം. എങ്ങനെ പറയാ? ഐ വിൽ ബ്രിങ് വാട്ടർ ഫ്രം ദർ, ഐ വിൽ ബ്രിങ് വാട്ടർ ഫ്രം ദർ. ഞാൻ അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരാം. ഓക്കെ. നെക്സ്റ്റ്, നിനക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടും? നിനക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടും നമ്മൾ ചോദിക്കുകയാണ് അല്ലെ? അപ്പോൾ എവിടെ നിന്ന് വെള്ളം കിട്ടും? വേർ ക്യാൻ യു ഗെറ്റ് വാട്ടർ, വേർ ക്യാൻ യു ഗെറ്റ് വാട്ടർ. നിനക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടും? നെക്സ്റ്റ്, ഞാൻ ആ ഹോട്ടലിൽ നിന്ന് വെള്ളം കൊണ്ടുവരാം, ഞാൻ ആ ഹോട്ടലിൽ നിന്ന് വെള്ളം കൊണ്ടുവരാം. ഐ വിൽ ബ്രിങ് വാട്ടർ ഫ്രം ദാറ്റ് ഹോട്ടൽ. ഇവിടെ നമുക്ക് ബ്രിങ്ങിന് പകരം എന്ത് യൂസ് ചെയ്യാം? ഗെറ്റ് യൂസ് ചെയ്തും പറയാം കേട്ടോ. ഞാൻ ആ ഹോട്ടലിൽ നിന്ന് വെള്ളം കൊണ്ടുവരാം. ഇപ്പൊ ഈ ഗെറ്റിന് ടേക്കിനൊക്കെ പല മീനിങ്ങുകളുണ്ട്. അപ്പൊ ഇവിടെ ഒന്നും കൂടി ഫ്ലുവന്റ് ആയി തോന്നുന്നത് എന്താണ്? ഐ വിൽ ഗെറ്റ് വാട്ടർ ഫ്രം ദാറ്റ് ഹോട്ടൽ, ഐ വിൽ ഗെറ്റ് വാട്ടർ ഫ്രം ദാറ്റ് ഹോട്ടൽ. ഞാൻ ആ ഹോട്ടലിൽ നിന്ന് വെള്ളം കൊണ്ടുവരാം. ഇവിടുത്തെ ഗെറ്റ് എന്ന് പറയുന്നത് ബ്രിങ്ങിന് പകരം നമ്മൾ യൂസ് ചെയ്തതാണ്. ഓക്കെ. ഇപ്പോ നമ്മൾ ഒരു ഫംഗ്ഷന് പോയ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ബസ്സിൽ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പ്, ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട്, കുറച്ച് നീങ്ങുമോ, എനിക്കൊന്ന് ഇരിക്കണം, കുറച്ച് നീങ്ങുമോ, എനിക്കൊന്ന് ഇരിക്കണം എന്നിങ്ങനെ പറയാം. ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു സെന്റൻസ്. കുറച്ച് നീങ്ങുമോ, എനിക്കൊന്ന് ഇരിക്കണം. ഇതൊന്നുകൂടി പൊളൈറ്റ് ആയിട്ട് നമുക്ക് പറയാം. കുഡ് യു പ്ലീസ് മൂവ് എ ബിറ്റ്, ഐ നീഡ് ടു സിറ്റ് ഹിയർ. അപ്പം കുഡ് യു പ്ലീസ് അല്ലെങ്കിൽ ക്യാൻ യു പ്ലീസ് എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുഡ് യു പ്ലീസ് മൂവ് എ ബിറ്റ് അല്ലെങ്കിൽ മൂവ് എ ലിറ്റിൽ, രണ്ടും പറയാം കേട്ടോ. കുറച്ച് നീങ്ങുമോ, എ ബിറ്റ്, എ ലിറ്റിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നീങ്ങും, കുറച്ച് എന്നുള്ള ഒരു മീനിങ് ആണ്.
കുഡ് യു പ്ലീസ് മൂവ് എ ബിറ്റ്? കുറച്ച് നീങ്ങുമോ? ഐ നീഡ് ടു സിറ്റ് ഹിയർ. എനിക്ക് ഇവിടെ ഒന്ന് ഇരിക്കണം, അതിൻ്റെ ഒരു ആവശ്യമാണ്, അതുകൊണ്ടാണ് അവിടെ നീഡ് എന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ബസ് വരുന്നത് വരെ നമുക്ക് ഇവിടെ ഇരിക്കാം അല്ലെ? ഒരു പ്ലേസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയാറുള്ളത് ബസ് വരുന്നത് വരെ നമുക്ക് ഇവിടെ ഇരിക്കാം. ലെറ്റ് സിറ്റ് ഹിയർ അണ്ടിൽ ദ ബസ് കംസ്. ലെറ്റ് സിറ്റ് ഹിയർ അണ്ടിൽ ദ ബസ് കംസ്. ബസ് വരുന്നത് വരെ നമുക്ക് ഇവിടെ ഇരിക്കാം. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പൊ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാല് നമ്മൾ പറയാറുള്ളത് നിങ്ങൾ അകത്തേക്ക് ഇരിക്കൂ എന്ന് പറയാറുണ്ട് അല്ലെ? പ്ലീസ് സിറ്റ് ഇൻസൈഡ്. പ്ലീസ് സിറ്റ് ഇൻസൈഡ്. നിങ്ങൾ അകത്തേക്ക് ഇരിക്കൂ. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പൊ നമ്മൾ ഒരാളോട് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്? നല്ല വെയിലുള്ള ഒരു സ്ഥലമാണ്, ആ സ്ഥലത്ത് ഒരാൾ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, സ്വാഭാവികമായിട്ടും ചോദിക്കാറുണ്ട് അല്ലെ? നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്? വൈ ആർ യു സിറ്റിംഗ് ഹിയർ? വൈ ആർ യു സിറ്റിംഗ് ഹിയർ? നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഓക്കെ, അത് നിൽക്കുന്നത് എന്നാണെങ്കിൽ ആ സിറ്റിങ്ങിനെ മാറ്റിയിട്ട് നമുക്ക് സ്റ്റാൻഡിങ് എന്ന് പറയാം. നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ? ഓക്കെ, ഇങ്ങനെ നമുക്ക് സെന്റൻസ് മാറ്റി കൊടുക്കാം കേട്ടോ. അകത്തിരിക്കാൻ കഴിയുന്നില്ല കാരണം നല്ല ചൂടാണ് എന്ന് പറയാറുണ്ടല്ലോ. അകത്തിരിക്കാൻ കഴിയുന്നില്ല കാരണം നല്ല ചൂടാണ്. എങ്ങനെ പറയാ? ഐ കാൺട്ട് സിറ്റ് ഇൻസൈഡ് ബിക്കോസ് ഇറ്റ്സ് വെരി ഹോട്ട്. ഐ കാൺട്ട് സിറ്റ് ഇൻസൈഡ്. അകത്തിരിക്കാൻ കഴിയുന്നില്ല ബിക്കോസ് ഇറ്റ്സ് വെരി ഹോട്ട്. അവിടെ ഭയങ്കര ചൂടാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പം ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൾക്കൂട്ടത്തിനിടയിൽ ഒരുപാട് ആളുകൾ ഇരിക്കുമ്പം നമുക്ക് ഒരു സീറ്റ് കിട്ടാനാണ് നമ്മൾ നോക്കാറല്ലേ? അപ്പൊ ഒരു കസേര ഒഴിവുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് ആ കസേര കാലിയാണ്, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം അല്ലെങ്കിൽ നമുക്ക് അവിടേക്ക് ഇരിക്കാം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ആ കസേര കാലിയാണ്, നമുക്ക് അവിടേക്ക് ഇരിക്കാം. എങ്ങനെ പറയാം? That chair is empty. അല്ലേ? ആ കസേര കാലിയാണ്. യു ക്യാൻ സിറ്റ് there. യു ക്യാൻ സിറ്റ് there. നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. That chair is empty. യു ക്യാൻ സിറ്റ് there. ഓക്കെ, ഞാൻ കുറേ നടന്നു, ഇനി എനിക്കൊന്നിരിക്കണം. അത് മസ്റ്റ് ആണ് അല്ലെ? ഞാൻ കുറേ നടന്നു, ഇനി എനിക്കൊന്നിരിക്കണം. എങ്ങനെ പറയാ? ഐ ഹാവ് വോക്ക്ഡ് എ ലോട്ട്. ഞാൻ കുറേ നടന്നു. ഐ നീഡ് ടു സിറ്റ് ഡൗൺ നൗ. ഇനി എനിക്കൊന്നിരിക്കണം. ഇനി എന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അവിടെ അവസാനം നൗ എന്ന് നമ്മൾ ആഡ് ചെയ്തത്. ഇവിടെ നീഡ് ടു, ഹാവ് ടു ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ, നമ്മുടെ ആവശ്യമാണ്. സോ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സന്ദർഭം ആയതുകൊണ്ട് അവിടെ നീഡ് ടു നമ്മൾ യൂസ് ചെയ്തു. നമ്മളിപ്പോ ഒരാളോട് ചോദിക്കുകയാണ് അവിടെ ഇരിക്കാൻ പറ്റുമോ അല്ലെ? അവിടെ ഇരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടല്ലോ. അവിടെ ഇരിക്കാൻ പറ്റുമോ? Can I sit there? Can I sit there? അവിടെ ഇരിക്കാൻ പറ്റുമോ? നെക്സ്റ്റ്, ആ കസേരയിൽ ആരുമില്ലെന്ന് തോന്നുന്നു അല്ലെ? ആ കസേരയിൽ ആരുമില്ലെന്ന് തോന്നുന്നു. എങ്ങനെ ഈ സെന്റൻസ് പറയാം? ഇത് നമ്മുടെ തോന്നലാണ്. സോ നമ്മൾ എങ്ങനെ പറയണം? I think that chair is free. I think that chair is free. ഇത് നമ്മുടെ തോന്നലായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ തിങ്ക് യൂസ് ചെയ്ത് പറയാം. I think that chair is free. ആ കസേരയിൽ ഒരു ബാഗ് ഉണ്ട് അല്ലെ? ചിലർക്ക് ഉണ്ട്, ചിലപ്പം ബാത്റൂമിൽ പോവാനോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ബാഗ് വെച്ചിട്ട് ആളെണീറ്റ് പോകുന്ന ഒരു ശീലം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ കസേരയൊക്കെ കാലിയായി കാണുകയാണ്, പക്ഷേ അതിന് മുകളിൽ ഒരു ബാഗ് ഉണ്ട് എന്ന് പറയുകയാണല്ലോ. There is a bag on that chair. There is a bag on that chair. ആ കസേരയിൽ ഒരു ബാഗ് ഉണ്ട്. നെക്സ്റ്റ്, അവർ അവിടെ ഇരിക്കട്ടെ. അവർ അവിടെ ഇരിക്കട്ടെ. എങ്ങനെ പറയാം? ലെറ്റ് ദം അല്ലെ? അവർ എന്നാണ്. ലെറ്റ് ദം സിറ്റ് there. Let them sit there. അവർ അവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ്, നീ അവിടെ ഇരിക്കല്ലേ, എനിക്കിരിക്കണം എന്ന് പറയാറുണ്ടല്ലോ. നീ അവിടെ ഇരിക്കല്ലേ, അല്ലേ, അല്ലെങ്കിൽ ഇരിക്കരുത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഡോണ്ട് സിറ്റ് there. ഐ നീഡ് ടു സിറ്റ്. ഡോണ്ട് സിറ്റ് there. നീ അവിടെ ഇരിക്കല്ലേ, അല്ലെങ്കിൽ നീ അവിടെ ഇരിക്കരുത്. ഐ നീഡ് ടു സിറ്റ്. നീ അവിടെ ഇരിക്കല്ലേ, എനിക്കിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് സിറ്റ് there. ഐ നീഡ് ടു സിറ്റ്. ഓക്കെ, ഇരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കൂ, ഇരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കൂ, ഇരുന്ന് കൊണ്ട് വെള്ളം കുടിക്കൂ, ഇങ്ങനെ പറയാറുണ്ടല്ലോ. സിറ്റ് ഡൗൺ ആൻഡ് ഈറ്റ്. സിറ്റ് ഡൗൺ ആൻഡ് ഈറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കൂ എന്ന് പറയുമ്പം അവിടെ നമ്മൾ ഒരിക്കലും കൊണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് വിത്ത് യൂസ് ചെയ്യരുത് കേട്ടോ. അവിടെ നമുക്ക് വേണമെങ്കിൽ വൈൽ യൂസ് ചെയ്ത് പറയാം. പ്ലീസ് ഈറ്റ് വൈൽ സിറ്റിംഗ് എന്ന് പറയാം വേണമെങ്കിൽ. അതിനേക്കാളൊന്നും കൂടി ഈസി ആയിട്ടുള്ളത് സിറ്റ് ഡൗൺ ആൻഡ് ഈറ്റ്. സിറ്റ് ഡൗൺ ആൻഡ് ഈറ്റ്. ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ ഇരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസുകളാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ എവിടെ പോയാലും നമ്മൾ യൂസ് ചെയ്യാറുള്ള സെന്റൻസുകളാണ്. വീട്ടിലായാലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും സെന്റൻസുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. ഇതിൽക്കുള്ളൊരു സെന്റൻസ് ഞാൻ തരാം.
ഇവിടെ ഇരുന്നാൽ ബസ് കാണുമോ? ഇവിടെ ഇരുന്നാൽ ബസ് കാണുമോ? അതായത് നമ്മൾ ഇരിക്കുന്നത് ബസ് സ്റ്റോപ്പിലാണെങ്കിൽ പോലും നമ്മൾ ഇരിക്കുന്നത് ചിലപ്പം നമ്മളെ കാലൊക്കെ വേദന ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ പോയിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, ഇവിടെ ഇരുന്നാൽ ബസ് കാണുമോ? എങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് സെന്റൻസുകളാണ് അല്ലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസ് നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ കമന്റിൽ അറിയിക്കാനായിട്ട്. അപ്പോൾ നമുക്കത് കറക്ഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും അത് മനസ്സിലാകും. നമുക്കതിന്റെ ആ ഒരു മെത്തേഡ് ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് എനിക്കും മനസ്സിലാവും. അപ്പൊ ഈ ഒരു സെന്റൻസ് ഞാൻ തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പം ഡെയിലി ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് കമന്റ് ചെയ്യുക. ഇനി അതെല്ലാം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല, അത് യൂസ്ഫുൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു വീഡിയോ നമുക്ക് കാണുമ്പം വീണ്ടും അത് കാണാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അങ്ങനെ നമുക്കുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താനാണ് നമ്മുടെ കമന്റ് ബോക്സ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, ഞാൻ തരുന്ന സെന്റൻസ് കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒരു ചെറിയ സെന്റൻസ് ആണ് അറിയുന്നതെങ്കിൽ അത് കമന്റ് ചെയ്യുക. അതിൽ എന്തെങ്കിലും കുറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.